വിവാഹമോചനവും അനുബന്ധ കേസുകളുമായി ബന്ധപ്പെട്ട് കുറെ അധികം വീഡിയോ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറെ അധികം ആളുകൾ കമന്റ് രൂപത്തിൽ അവരുടെ സംശയങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ ചാനലിൽ ജോയിൻ ചെയ്ത് വാട്സപ്പ് നമ്പർ സ്വന്തമാക്കിയിട്ട് അതിലേക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ അധികം മെസ്സേജിനൊന്നും നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ ഇങ്ങനെ വിവാഹമോചനവും അതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾക്കൊക്കെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിവാഹമോചനവും അനുബന്ധ കേസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹമോചന കേസുകൾ കോടതിയിൽ ഇപ്പോൾ നടത്തുന്ന ആളുകളാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ബോധിപ്പിക്കാം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമന്റുകൾ ഇവിടെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ പബ്ലിക്കായിട്ട് കമന്റ് ഇടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ചാനലിന്റെ വാട്സപ്പ് നമ്പർ കിട്ടുകയും ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചാനലിൽ ജോയിൻ ചെയ്യേണ്ടത്, പ്രൈം മെമ്പർഷിപ്പ് എടുക്കേണ്ടതെന്നൊക്കെ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയിൽ ഒരാളൊരു ഡൗട്ട് ചോദിച്ചിരുന്നു. ആ ഡൗട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഭാര്യ എന്റെ വീട്ടിൽ നിൽക്കാൻ തയ്യാറല്ല, ഞാൻ പറയുന്ന പോലെ കേൾക്കുകയുമില്ല. ഇപ്പോൾ ഗാർഹിക പീഡന നിയമപ്രകാരം എനിക്കും വീട്ടുകാർക്കുമെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ മാസം ചെലവിന് കൊടുക്കാൻ കോടതി വിധിച്ചിട്ടുണ്ട്. 10,000 പോയിട്ട് 2,000 പോലും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിനുള്ള വരുമാനം എനിക്കില്ല. ഞാൻ ഇത് കൊടുക്കാതിരുന്നാൽ കോടതി എന്താ ചെയ്യാം? ശിക്ഷ വിധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ശിക്ഷ? അപ്പൊ ഇയാളുടെ കേസിൽ ഭാര്യ ഇദ്ദേഹത്തിനെതിരെ ഒരു മെയിന്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും അതിൽ കോടതി വിധിയാവുകയും 10,000 രൂപ വെച്ചിട്ട് ഇദ്ദേഹം ഭാര്യയ്ക്ക് മാസം തോറും കൊടുക്കണമെന്നാണ് കോടതി ഉത്തരവുണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ക്രിമിനൽ നടപടി ചട്ടത്തിലെ 125-ാമത്തെ വകുപ്പ് പ്രകാരമാണ് ഭാര്യയുടെ മെയിന്റനൻസ് കിട്ടുന്നതിന് വേണ്ടി ഒരു ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു ഹർജി സമർപ്പിക്കുമ്പോൾ തനിക്ക് എന്തൊക്കെ ചെലവുകളാണുള്ളത്, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ചെലവുകൾ, അതുപോലെ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ ചെലവുകൾ, ഇത്തരത്തിലുള്ള തന്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു നിശ്ചിത തുക കോടതിയിൽ നിന്നും ഈ എതിർകക്ഷിയോട് പറഞ്ഞു വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹർജിയാണ് കോടതിയിലേക്ക് ഫയലാക്കുന്നത്. ഇത്തരത്തിൽ കോടതിയിൽ ആ ഹർജി കിട്ടിക്കഴിഞ്ഞാൽ എതിർകക്ഷിക്ക്, അതായത് ഭർത്താവിന് ഒരു നോട്ടീസ് പോകുന്നു. അപ്പൊ ഭർത്താവ് ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ അതിനുള്ള കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ ഫയൽ ചെയ്യണം. അപ്പൊ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുമ്പോൾ തന്റെ പ്രാരാബ്ദങ്ങൾ എന്തൊക്കെയാണ്, തനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം, തനിക്ക് ഈ മെയിന്റനൻസ് വഹിക്കാൻ കഴിയില്ല, അങ്ങനെ കുറെ ആർഗ്യുമെന്റ്സ് ഒക്കെ നടത്തിയിട്ട് ഇദ്ദേഹം ഇത് ഡിനേ ചെയ്തുകൊണ്ട് തിരിച്ചൊരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കോടതിയിലേക്ക് ഫയൽ ചെയ്യുന്നു. ഇങ്ങനെ ഈ കൗണ്ടർ സ്റ്റേറ്റ്മെന്റും ഇതുപോലെ തന്നെ ഭാര്യ സമർപ്പിച്ച പെറ്റീഷനും രണ്ടും പരിശോധിച്ച് രണ്ട് പാർട്ടിയെയും കേട്ടതിന് ശേഷം കോടതി ഒരു തീരുമാനമെത്തുന്നു. ഒരു നിശ്ചിത തുക ഭർത്താവിനോട് ഈ ഭാര്യയ്ക്ക് മാസം തോറും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉത്തരവാണ് കോടതി ഇടുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ കേസിൽ 10,000 രൂപ വെച്ചിട്ട് കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഉത്തരവിട്ടതിന് ശേഷം ഈ ഭർത്താവ് ഈ പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ജൂൺ 1-ാം തീയതിയാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് 10,000 രൂപ വെച്ചിട്ട് മാസം ഭാര്യയ്ക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പൊ അടുത്ത മാസം ജൂലൈ 1-ാം തീയതി ആവുമ്പോൾ ഭർത്താവ് 10,000 രൂപ ഭാര്യയ്ക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതേ ക്രിമിനൽ നടപടി ചട്ടത്തിലെ 125-ാമത്തെ വകുപ്പിന്റെ 3-ാമത്തെ ഉപവകുപ്പിലാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഉപവകുപ്പ് ഒന്ന് വായിച്ചു നോക്കാം, എന്താണ് അവിടെ പറയുന്നത് നോക്കാം. അപ്രകാരം ഉത്തരവ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ആൾ മതിയായ കാരണം കൂടാതെ ഉത്തരവ് അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മജിസ്ട്രേറ്റിന് ഉത്തരവിന്റെ ഓരോ ലംഘനത്തിനും കൊടുക്കാനുള്ള തുക പിഴകൾ ലവി ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിൽ ലവി ചെയ്യുന്നതിന് വാറണ്ട് പുറപ്പെടുവിക്കാവുന്നതും വാറണ്ട് നടപ്പാക്കിയ ശേഷം അതത് സംഗതി പോലെ ഓരോ മാസത്തെയും സംരക്ഷണ ബത്തയിലെയോ ഇടക്കാല സംരക്ഷണ ബത്തയിലെയോ നടപടി ചെലവിന്റെയോ കൊടുക്കാതെ അവശേഷിക്കുന്ന മുഴുവൻ തുകയ്ക്കോ ഏതെങ്കിലും ഭാഗത്തിനോ അങ്ങനെയുള്ള ആൾക്ക് ഒരു മാസത്തോളമാകാവുന്ന കാലത്തേക്കോ അതിനു മുമ്പ് പണം കൊടുക്കുന്നുവെങ്കിൽ അതുവരെയുള്ള തടവ് ശിക്ഷ വിധിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ വകുപ്പിലാണ് എന്താണ് കോടതി സ്വീകരിക്കേണ്ട നടപടി എന്ന് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവ് മെയിന്റനൻസ് തരുന്നതിൽ മുടക്കം വരുത്തി കഴിഞ്ഞാൽ ഭാര്യ അടുത്ത ഘട്ടമായി ചെയ്യേണ്ടത് ഈ 125-ന്റെ 3-ാമത്തെ ഉപവകുപ്പ് പ്രകാരം ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഫയലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫയലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് മജിസ്ട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് തുകകൾ ലവി ചെയ്തെടുക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പ് പ്രകാരമുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാം. സാധാരണ കോടതി ചില സന്ദർഭങ്ങളിൽ പ്രതികൾക്ക് പിഴകൾ ഈടാക്കാറുണ്ട്.
അപ്പോൾ പ്രതികൾ ആ പിഴകൾ ഈടാക്കാത്ത സാഹചര്യത്തിൽ അതെങ്ങനെയാണ് വസൂലാക്കേണ്ടതെന്നാണ് ഈ ക്രിമിനൽ നടപടി ചട്ടത്തിലെ 421 വകുപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ അതേ വകുപ്പിലുള്ള കാര്യങ്ങൾ തന്നെ ഈ ഒരു സാഹചര്യത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഈ വകുപ്പിൽ കാണിച്ചിരുന്നത്. അപ്പോൾ 421 വകുപ്പിൽ 2 തരത്തിലാണ് ഈ തുകകൾ പിഴകൾ ഇങ്ങനെ വസൂലാക്കി എടുക്കുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ജംഗമ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്തെടുക്കാം. ജംഗമ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂവ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, സാലറി, ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ജംഗമ വസ്തുക്കളാണ്. ഇത് അറ്റാച്ച് ചെയ്തെടുക്കാമെന്നുള്ളൊരു പ്രൊവിഷനാണ് അതിനെ കാണിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാവര വസ്തുക്കൾ ഈ പ്രതിക്കുണ്ടെങ്കിൽ അത് കളക്ടർ ത്രൂ ഈ നികുതി ഷീറ്റ് മുഖാന്തരം അത് അറ്റാച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വിൽക്കാനോ അത് പിന്നെ മറ്റു ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ കളക്ടർ ത്രൂ അങ്ങനെ സ്ഥാവര വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതും അറ്റാച്ച് ചെയ്യാം. അപ്പൊ 2 ഓപ്ഷനാണ് ഈ 421 വകുപ്പിൽ പറയുന്നത്. ഒന്ന് ജംഗമ വസ്തുക്കൾ നമുക്ക് അറ്റാച്ച് ചെയ്യാം, 2 സ്ഥാവര വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ നടപടിയിലേക്ക് കടക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ പ്രതിക്ക് മജിസ്ട്രേറ്റ് കോടതി എന്താകും, ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യും. ആ വാറണ്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷമാണ് അനന്തര നടപടികൾ എന്ന് പറഞ്ഞാൽ 421 വകുപ്പ് പ്രകാരമുള്ള നടപടികളുമായിട്ട് കോടതി മുന്നോട്ട് പോവുക. ഇനി പറയുന്നത് ഈ 2 കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹം അവിടെ ആ പൈസ അടയ്ക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നീടാണ് അറസ്റ്റിലേക്ക് നീങ്ങുക. അറസ്റ്റ് ചെയ്ത് ഈ പ്രതിയെ ഒരു നിശ്ചിത കാലയളവിൽ ജയിലിൽ അടയ്ക്കുക, ജയിൽ ശിക്ഷ കൊടുക്കുക. അപ്പോൾ എത്ര മാസത്തോളമാണ് ജയിൽ ശിക്ഷ എന്ന് ഇതേ വകുപ്പിൽ തന്നെ നമുക്ക് പറഞ്ഞിരുന്നു. മാക്സിമം 1 മാസമായിരിക്കും പ്രതിക്ക് ജയിൽ ശിക്ഷ കിട്ടുക. ഇങ്ങനെ മെയിന്റനൻസ് ഭാര്യയ്ക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ 1 മാസത്തെ ശിക്ഷ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഈ 125ന്റെ 3ാമത്തെ വകുപ്പിൽ നമുക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എക്സിക്യൂഷൻ പെറ്റീഷനിൽ 1 മാസത്തെ തടവ് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജൂൺ 1 മജിസ്ട്രേറ്റ് കോടതി എന്താക്കുക 10,000 രൂപ വെച്ച് മാസം കൊടുക്കാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത്. ജൂലൈ 1 ഇദ്ദേഹം പൈസ കൊടുത്തിട്ടില്ല. ജൂലൈ 1 കഴിഞ്ഞാൽ ഏത് ദിവസം വേണമെങ്കിലും ഭാര്യയ്ക്ക് ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. അങ്ങനെ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ കോടതി അടുത്ത നടപടി സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഭർത്താവ് കൊടുക്കാത്തത് കൊണ്ട് കോടതി സ്വമേധയാ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടയ്ക്കൂ എന്നൊരു ഉത്തരവിടാറില്ല. ഭാര്യ ഈ എക്സിക്യൂഷൻ പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കോടതി ആ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ജൂലൈ 1 കഴിഞ്ഞുള്ള തീയതി എപ്പോൾ വേണമെങ്കിലും എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. പക്ഷെ ഭാര്യ അവിടെ ഫയൽ ചെയ്തില്ല. ഭാര്യ എന്ത് ചെയ്തു, 1 മാസം കൂടെ വെയിറ്റ് ചെയ്തു. ഇനി ആഗസ്റ്റ് മാസം കിട്ടിയാലോ എന്ന് വിചാരിച്ച് 1 മാസം കൂടെ വെയിറ്റ് ചെയ്തു. ആഗസ്റ്റ് 1 പൈസ കിട്ടിയില്ല. എന്നാൽ 1 മാസം കൂടെ വെയിറ്റ് ചെയ്തു. സെപ്റ്റംബർ മാസം വരെ വെയിറ്റ് ചെയ്തു. സെപ്റ്റംബർ മാസത്തിൽ പൈസ കിട്ടിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. കഴിഞ്ഞ 3 മാസത്തെ പൈസ തനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ഈ പ്രതിയെ ജയിലിൽ അടയ്ക്കുകയാണെങ്കിൽ മാക്സിമം 1 മാസം മാത്രമായിരിക്കും ജയിലിൽ അടയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സിക്യൂഷൻ പെറ്റീഷന് 1 മാസത്തെ തടവ് ശിക്ഷ. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാലും അദ്ദേഹം വീണ്ടും ഒക്ടോബർ മാസം തൊട്ടുള്ള പൈസ വീണ്ടും കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ വീണ്ടും ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് വീണ്ടും 1 മാസത്തെ തടവ് ശിക്ഷ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴാണോ ഇദ്ദേഹം തടവിലിരിക്കുന്നത് ആ സമയത്ത്, ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ തന്നെ ഇദ്ദേഹം പൈസ കൊടുക്കാൻ തയ്യാറായി. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വന്ന് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ 10 ദിവസം കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടുന്ന് റിലീസ് ചെയ്യാം. അപ്പോൾ എത്ര ദിവസത്തെ പൈസയുടെ പെൻഡിങ്ങിന്റെ പുറത്താണോ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഇദ്ദേഹം ജയിലിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആ പെൻഡിങ് വന്ന തുക എപ്പോൾ അടച്ചു തീർക്കുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവിടുന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു എക്സിക്യൂഷൻ പെറ്റീഷനിൽ 1 മാസത്തെ തടവ് മാത്രമാണ്. ആ ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ എന്ന് പറയുന്നത് 1 മാസത്തിന് കിട്ടാനുള്ള പൈസയാവാം, 2 മാസം കിട്ടാനുള്ള പൈസയാവും, 3 മാസം കിട്ടാനുള്ള പൈസയാവും. അപ്പോൾ ഇത് തീരുമാനിക്കേണ്ടത് ഭാര്യയുടെ ചോയ്സ് ആണ്. എപ്പോഴാണ് ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്? 1 മാസം കിട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ ഫയൽ ചെയ്യണോ, അതോ 2-3 മാസം വെയിറ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്യണോ? ഇത് തീരുമാനിക്കാനുള്ള ഒരു ചോയ്സ് ഭാര്യയ്ക്കാണ്. ഇങ്ങനെ ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ മൂവ് ചെയ്യാതെ കോടതി ഒരിക്കലും അനന്തര നടപടിയുമായിട്ട് മുന്നോട്ട് പോവില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതേ വകുപ്പിൽ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, എന്താണ് അവിടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഈ വകുപ്പിൻ കീഴിൽ കൊടുക്കാനുള്ള ഏതെങ്കിലും തുക വസൂലാക്കുന്നതിന് അത് കൊടുക്കാനുള്ളതായി തീർന്ന തീയതി മുതൽ 1 വർഷത്തെ കാലയളവിനുള്ളിൽ അങ്ങനെയുള്ള തുക വസൂലാക്കുവാൻ കോടതിക്ക് അപേക്ഷ ബോധിപ്പിക്കാത്ത പക്ഷം വാറണ്ട് പുറപ്പെടുവിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനൊരു മെയിൻ്റനൻസ് കിട്ടുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റ് ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, ജൂൺ 1 ഒരു ഓർഡർ ഇട്ടു. ആ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം ജൂൺ
മാസത്തിനുള്ളിൽ തന്നെ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. പൈസ കിട്ടാതെ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതിനായിട്ടുള്ള എക്സിക്യൂഷൻ പെറ്റീഷൻസ് ഒന്നും മൂവ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ആ പെറ്റീഷൻ നിൽക്കില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തെ സമയപരിധിയാണ് ഭാര്യയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഈ സമയപരിധിക്കുള്ളിൽ ഏതെങ്കിലും മാസത്തെ പൈസ ഭാര്യയ്ക്ക് കിട്ടാനുണ്ടെങ്കിൽ ആ വർഷം തന്നെ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഒരു വർഷം കഴിഞ്ഞാണ് ഇത് ഫയൽ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ പെറ്റീഷൻ കോടതി പരിഗണിക്കില്ലെന്നാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത പാരഗ്രാഫിലായിട്ട് വേറെ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം എന്താണ് അവിടെ എഴുതിയിട്ടുള്ളതെന്ന്. എന്നു മാത്രമല്ല, അങ്ങനെയുള്ള ആൾ തന്റെ ഭാര്യ തന്നോട് കൂടി ജീവിക്കണമെന്ന ഉപാധിയിന്മേൽ അവളെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അവൾ അയാളോട് കൂടി ജീവിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള മജിസ്ട്രേറ്റിന് അവളുടെ വിസമ്മതത്തിന് അവൾ പ്രസ്താവിക്കുന്ന ഏതെങ്കിലും കാരണങ്ങൾ പരിഗണിക്കാവുന്നതും ഈ വകുപ്പിൻ കീഴിൽ ഉത്തരവ് ചെയ്യുവാൻ ന്യായമായ കാരണമുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അങ്ങനെയുള്ള വാഗ്ദാനം ഉണ്ടെന്നിരിക്കലും അപ്രകാരം ഉത്തരവ് ചെയ്യാവുന്നതാണ്. അതായത് ഇതൊരു ഡിഫൻസ് ആണ്. ഭർത്താക്കന്മാർ പല സന്ദർഭങ്ങളിലും മെയിൻ്റനൻസ് പെറ്റീഷൻ എടുക്കുന്ന ഒരു ഡിഫൻസ് ആണ്. അതായത് ഭാര്യ തന്റെ ഒപ്പം വന്ന് തന്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ താൻ ചെലവിന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഫൻസ്. ഈ ഡിഫൻസിന്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സംശയം ചോദിച്ച ആളും പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ്, തന്റെ വീട്ടിൽ വന്ന് ഭാര്യ താമസിക്കാൻ തയ്യാറാണെങ്കിൽ താൻ ചെലവിന് കൊടുക്കാൻ തയ്യാറാണ്, അല്ലാതെ മാസം 10,000 രൂപ അങ്ങോട്ട് കൊടുക്കുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കേസ് തന്നെയാണ് ഈ പ്രൊവിഷനകത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് ഭർത്താക്കന്മാർക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ഡിഫൻസ് എടുക്കാം. അതായത് ഭാര്യ തന്റെ ഒപ്പം വന്ന് താമസിക്കാനുള്ള ഒരു കണ്ടീഷൻ അങ്ങോട്ട് വെക്കാം. അങ്ങനെ താമസിക്കുകയാണെങ്കിൽ താൻ അവരെ നോക്കിക്കൊള്ളാം, അവർക്ക് മറ്റപ്പ ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഭാര്യയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിക്കാതിരിക്കാനുള്ള ന്യായമായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിൽ പറയാം. മനസ്സിലായില്ലേ? ഒരുപക്ഷെ അമ്മായിമ്മ പോരാണ്, നാത്തോൻ പോരാണ്, അവിടെ ഭർത്താവ് ഉപദ്രവിക്കുന്നു, ഇങ്ങനെയുള്ള കാരണങ്ങൾ എന്തെങ്കിലും കോടതിയോട് പറഞ്ഞാൽ കോടതി അത് പരിശോധിക്കാം. കോടതി അത് പരിശോധിച്ച് അത് ന്യായമാണെന്ന് കണ്ടെങ്കിൽ മാത്രം ആ ഭാര്യയുടെ ആ ഒരു വീട്ടിൽ പോകാതിരിക്കുന്നതിനുള്ള റീസൺ അനുവദിച്ചു കൊടുക്കുകയാണ്. അല്ലാത്ത പക്ഷം കോടതി എന്ത് ചെയ്യണം? ആ ഭർത്താവിന്റെ ആ കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് ഭാര്യയോട് ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കാനുള്ള ഉത്തരവാണ് ഇടേണ്ടത് എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങൾ ആ കോടതിയുടെ ഒരു വിവേചന അധികാരമാണ്. ഇത് ന്യായമായിട്ടുള്ള കാരണമാണോ ഇല്ലയോ എന്നുള്ള കാര്യം. ഭർത്താവ് ഇതിനു മുമ്പും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുള്ള ആളാണ്, ഭാര്യ നിരന്തരം ഉപദ്രവിക്കുന്ന ആളാണ്, മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളാണ്. അതുകൊണ്ട് തനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അത് പരിശോധിച്ചിട്ട് അപ്പോൾ റെക്കോർഡിക്കലി അത് ശരിയാണ്, ഇദ്ദേഹം ക്രിമിനൽ കേസിലൊക്കെ പെട്ടിട്ടുള്ള ആളാണ്, മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി ഒരിക്കലും ഈ സ്ത്രീയോട് അവരുടെ വീട്ടിൽ പോയി താമസിക്കാൻ പറയില്ല. അപ്പോൾ സ്ത്രീകൾ ഉന്നയിക്കുന്ന കാരണം, അതായത് ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കാതിരിക്കാനുള്ള കാരണം ന്യായമായിരിക്കണം. അത് പരിശോധിക്കേണ്ടത് മജിസ്ട്രേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, മജിസ്ട്രേറ്റിന്റെ വിവേചന അധികാരമാണ് അത് പരിശോധിക്കുക എന്നുള്ളത്. നമുക്കറിയാം നിയമത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഓരോ ഫാമിലിയിലുമുള്ള ഇഷ്യൂസ് വ്യത്യസ്തങ്ങളാണ്. ഒരു ഫാമിലിയിലുള്ള ഇഷ്യൂസ് അല്ല മറ്റൊരു ഫാമിലിയിൽ. ഇപ്പോൾ അവർ വീട്ടിൽ അമ്മായിമ്മ പോരാണോ, നാത്തൂൻ പോരാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് ഈ മജിസ്ട്രേറ്റിന് അവരുടെ വീട്ടിൽ പോയിട്ട് എത്തി നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കൊണ്ടിരുന്ന സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചിട്ടാണ് മജിസ്ട്രേറ്റ് ഒരു തീരുമാനം എത്തുന്നത്. അത് ന്യായമായിട്ടുള്ള കാരണങ്ങളാണോ അന്യായമാണോ? ചിലപ്പോൾ ഭാര്യ മുണ്ടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പം കോടതിയെ ധരിപ്പിക്കുന്നത്. അതൊന്നും കോടതി വിലവെക്കില്ല. ഭർത്താവ് പറയുന്ന ന്യായമാണ്, ഭാര്യ തന്റെ വീട്ടിൽ വന്ന് താമസിച്ചെങ്കിൽ താൻ ചെലവിന് കൊടുക്കാൻ തയ്യാറാണ്. കോടതി ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് ഭാര്യയോട് അവിടെ പോയി താമസിക്കാൻ ഉള്ള ഉത്തരവിടാമെന്നാണ് ഇതേ വകുപ്പിൽ തന്നെ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇനി അവിടെ ഒരു വിശദീകരണം പറയുന്നുണ്ട് അതേ വകുപ്പിൽ തന്നെ. ആ വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് അഫെയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെപ്പാട്ടിയെ വെച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഭാര്യയോട് സ്നേഹമൊക്കെയാണ് പക്ഷെ മറ്റൊരു സ്ത്രീയുമായിട്ട് അഫെയർ ഉണ്ട്, അവരുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലത്തിലേക്ക് മാറാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതിനുള്ള കാരണമായിട്ട് കാണാമെന്നാണ് ഇതേ വകുപ്പിൽ തന്നെ നമുക്ക് കാണിച്ചിരുന്നത്. ഇനി ഇത്രയധികം കാര്യങ്ങൾ ഈ വകുപ്പിൽ തന്നെ പറയുമ്പോൾ ഭർത്താക്കന്മാർക്ക് എന്ത് ഡിഫൻസ് ആണ് ഇവിടെ എടുക്കാനുള്ളത് നമ്മൾ പരിശോധിക്കണം. അതായത് ഭാര്യ ചെലവിന് കൊടുക്കാൻ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ തുക കുറയ്ക്കാനുള്ള, അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക, ഒരു പക്ഷേ ആ മെയിൻ്റനൻസ് പെറ്റീഷൻ തള്ളാനുള്ള എന്തെങ്കിലുമൊക്കെ ഡിഫൻസ് ഭർത്താക്കന്മാർക്കും അവൈലബിൾ ആണ്. ഇതേ നിയമത്തിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതേ 125-ാമത്തെ വകുപ്പിന്റെ 3-ാമത്തെ ഉപവകുപ്പിന്റെ ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നത്, ഉത്തരവ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ആൾ മതിയായ കാരണം കൂടാതെ ഉത്തരവ് അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ, അതായത് മതിയായ കാരണം കൂടാതെ ഉത്തരവ് അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ, അപ്പൊ മതിയായ കാരണം ഉണ്ടെങ്കിൽ ഉത്തരവ് അനുസരിക്കാതിരിക്കാം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്തൊക്കെയാണ് ഈ മതിയായ കാരണം? ഒരു പെറ്റീഷൻ, ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ എന്തുകൊണ്ട് ഭർത്താവ് കൊടുക്കുന്നില്ല? ഭർത്താവിന്റെ ഭാഗത്ത് മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ
എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ക്യൂസ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ, പല കേസുകളിലൂടെ വന്നിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഒരു റീസൺ, ആ റീസൺ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് മെഡിക്കൽ ഇഷ്യൂസ് ആണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ട്, അത് ചികിത്സിക്കാൻ നല്ല തുക മാസം തോറും ചെലവാകുന്നുണ്ട്. ഭർത്താവിന് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ വെറും 10,000 രൂപയുള്ളൂ. അത് സ്വന്തം ചികിത്സയ്ക്ക് തന്നെ 10,000, 7,000, 8,000 രൂപയോളം വരുന്നുണ്ട്. ബാക്കി പൈസയും കൊണ്ട് വേണം കുടുംബം നടത്തിപ്പോരാൻ. അപ്പോൾ വേറെ വരുമാനങ്ങളൊന്നും ഭർത്താവിനില്ല. അപ്പൊ ഇതൊരു റീസൺ ആയിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാം. ഇതൊരു മതിയായ കാരണമാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്തത്. അപ്പൊ ഇത് റെക്കോർഡിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അല്ലാതെ വെറുതെ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അത് റെക്കോർഡിക്കലായിരിക്കണം. മെഡിക്കൽ ബില്ലുകൾ, കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡിക്കലി നമുക്ക് കോടതിയുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻസഫിഷ്യന്റ് സാലറിയാണ്. അതായത് തുച്ഛമായ ഒരു വരുമാനത്തിലാണ് ഇദ്ദേഹം ജീവിച്ചു പോരുന്നത്. 5,000 രൂപയെ ശമ്പളമുള്ളൂ. ഈ 5,000 രൂപ ശമ്പളം വെച്ചിട്ടാണ് ഈ 10,000 രൂപ ഈ മാസം തോറും സ്ത്രീക്ക് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്. ആ തുച്ഛമായ ശമ്പളം കൊണ്ടാണ് സ്വന്തം വീട് കഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ആണ്, അല്ലെങ്കിൽ മതിയായ കാരണമായിട്ട് നമുക്ക് കോടതിയുടെ മുമ്പിൽ കാണിക്കാം. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ്, ഒന്നെങ്കിൽ ഈ തുക കുറച്ച് കിട്ടാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ കുറെ നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അത് കിട്ടാനുള്ള ഒരു സാധ്യത, ഒരു പക്ഷേ ആ ഒരു മെയിൻ്റനൻസ് തള്ളാനുള്ള ഒരു സാഹചര്യം ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു കാരണം എക്സ്ട്രാ ലയബിലിറ്റി ഫോർ പേരൻസ് ആണ്. പേരൻസിനെ നോക്കേണ്ട ചുമതല ഭർത്താവിനാണ്. ഭർത്താവിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരെ നോക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറെ തുക ചെലവാകുന്നുണ്ട്. 10,000 രൂപ കിട്ടുന്നിടത്ത് 8,000, 9,000 രൂപ ഈ ആശുപത്രി ചെലവിന് തന്നെ പോകുന്നുണ്ട്. മീതിയുള്ളത് വെറും 1,000 രൂപയാണ്. ആ 1,000 രൂപയും വെച്ചിട്ടാണ് ഭാര്യയ്ക്ക് 10,000 രൂപ മാസം കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതൊരു മതിയായ കാരണമായിട്ട് നമുക്ക് കാണിക്കാം. റെക്കോർഡിക്കലി നമ്മൾ കോടതിയുടെ മുമ്പിൽ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ക്യൂസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തായിട്ട് പറഞ്ഞാൽ ലോണാണ്. വാഹനത്തിന് ലോണ്, വീടിന് ലോണ്, ഇതൊക്കെ അടച്ചു തീരുമ്പോൾ തന്നെ പകുതി പൈസ അവിടെ കഴിയും. ബാക്കി പൈസ കൊണ്ട് വേണം കാര്യങ്ങൾ കഴിയാനായിട്ട്. ഇതും ഒരു എക്സ്ക്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മതിയായ കാരണമായിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നെ ലോസ് ഓഫ് ജോബ് ആണ്. കൊറോണയൊക്കെ ആയതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു, ഇപ്പൊ ജോലിക്ക് പോവാറില്ല, അതുകൊണ്ട് ശമ്പളം കിട്ടാറില്ല, അതുകൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഇതൊരു മതിയായ കാരണമാണ്. ഇതും നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത എനി അതർ റീസൺ, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള റീസൺ അല്ലെങ്കിൽ മതിയായ കാരണം നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡിക്കലി നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് കോടതിയുടെ മുമ്പിൽ ധരിപ്പിച്ചു കഴിഞ്ഞാൽ കോടതി ഇത് പരിശോധിച്ചിട്ട് അത് വാലിഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മെയിൻ്റനൻസ് കൊടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ക്യൂസ്, ഒന്നെങ്കിൽ ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തരിക, അല്ലെങ്കിൽ തുക കുറയ്ക്കുക, അല്ലെങ്കിൽ ഒന്നും തന്നെ കൊടുക്കേണ്ട, ഭാര്യയോട് ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ്. അപ്പൊ ഈ ഒരു എക്സ്ക്യൂസസ്, ഈ ഒരു ഡിഫൻസ് ഭർത്താക്കന്മാർക്ക് ഈ ഒരു സാഹചര്യത്തിൽ എടുക്കാം എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. മെയിൻ്റനൻസ് പെറ്റീഷൻ ഭാര്യ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവ് അത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഭാര്യ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. അങ്ങനെ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 421 വകുപ്പ് പ്രകാരമുള്ള നടപടികളുമായിട്ട് പോകുന്നു. അതും കഴിഞ്ഞിട്ടാണ് അറസ്റ്റിലേക്ക് വരിക. അറസ്റ്റ് ഏറ്റവും അറ്റ കഴിയുന്ന രീതിയിലാണ് അറസ്റ്റ് വരിക. ജയിൽ ശിക്ഷ 1 മാസത്തെ തടവ്. ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ഇദ്ദേഹം പൈസ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിലീസ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ 1 മാസത്തെ തടവ് മാത്രമേ ഉണ്ടാവുള്ളൂ. വീണ്ടും ഇദ്ദേഹം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്ത മാസം കൊണ്ട് വീണ്ടും ചെലവിന് കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ വീണ്ടും എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യും, വീണ്ടും ചിലപ്പോൾ അകത്ത് പോയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ നടപടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി വേറൊരാൾ ചോദിച്ച ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ഡിവോഴ്സ് കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട വക്കീലുമാരാണ് നല്ലതെന്ന് ഒരാൾ പറഞ്ഞു. അത് ശരിയാണ്. അതിൽ വലിയ കഴമ്പുള്ള ചോദ്യമല്ല. ഇപ്പൊ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ കേസ് നടത്തണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിപ്പോ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ആ മുസ്ലിം ലോ നല്ല രീതിയിൽ അറിയാമെന്നുണ്ടെങ്കിൽ അവർ ആ കേസ് നടത്തുന്നതിൽ തെറ്റില്ല. കാരണം മുസ്ലിം ലോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പേഴ്സണൽ ലോസ് ആണ്, ഒരുപാട് നിയമങ്ങളുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഡിവോഴ്സ് കേസ് നടത്തി എക്സ്പേർട്ട് ആയ ഏതൊരു വക്കീലിനും ഏത് പേഴ്സണൽ ലോ പ്രകാരമുള്ള കേസുകൾ നടത്താനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന വക്കീൽ ഡിവോഴ്സ് കേസുകൾ അല്ലെങ്കിൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നടത്തി കുറച്ച് പരിചയമുള്ള വക്കീലുമാരാണെങ്കിൽ അവർ ഈസിയായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട വക്കീലുമാർ തന്നെ വേണമെന്നതിൽ ഒരു കാര്യത്തിൽ അതിൽ ആ ഒരു ചോദ്യത്തിൽ അർത്ഥമില്ല. അപ്പൊ ഈ 2 ഡൗട്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒക്കെ ഡൗട്ടുകൾ, വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ടോ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടോ കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ബോധിപ്പിക്കുക. പബ്ലിക് കമന്റ് ഇടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ ലഭിക്കുന്നതായിരിക്കും. അതിലേക്ക് വോയിസ് ക്ലിപ്പായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മറ്റു കുറച്ച് ഡൗട്ട്സുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇനിയുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ഇതുപോലെ മാട്രിമോണിയൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടുകളായിരിക്കും ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ